നമസ്കാരം, എല്ലാവർക്കും ജിത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നാളെ നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് 25-ാം തീയതി നടക്കാൻ പോകുന്ന ജൂണിലേക്കൊക്കെ നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസുകാർ ഇപ്രാവശ്യം ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കറണ്ട് അഫയർ ആണ് ഉഷ്ണതരംഗം അഥവാ ഹീറ്റ് വേവ്സ്. നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കാം എന്തൊക്കെ പോയിന്റ്സ് ആണ് ഉഷ്ണതരംഗത്തിൽ പഠിക്കേണ്ടത്. ഫസ്റ്റ് ഞാൻ എടുത്തിട്ടിരിക്കുന്ന പോയിന്റ്സ് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ WMO പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു WMOയുടെ അണ്ടറിൽ വരുന്ന IMO അഥവാ ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ഒക്കെയാണ് ഇന്ത്യയില് ഈ ഒരു ഉഷ്ണതരംഗമൊക്കെ പ്രഖ്യാപിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഉഷ്ണതരംഗമാണ് എന്നൊക്കെ പ്രഖ്യാപിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അതിനെ പറ്റിയിട്ട് ആദ്യം പറയുന്നതിന് മുൻപായിട്ട് എന്താണ് ഹീറ്റ് വേവ്സ് എന്ന് പറയാം. അതായത് നമ്മൾ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ ഉഷ്ണതരംഗം എന്നാൽ കുറെ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഉയർന്ന ചൂടുള്ള ഒരു കാലാവസ്ഥയാണ്. ചിലപ്പോൾ ഉയർന്ന ആർദ്രതയും ഉണ്ടാവും. പ്രത്യേകിച്ച് കടലിനോട് ചേർന്നൊക്കെ ആയിരിക്കും ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടുക. പ്രത്യേകിച്ച് ഒരു 5-6 ദിവസത്തേക്ക് ഒരേ ടെമ്പറേച്ചർ ഇങ്ങനെ അങ്ങ് നിൽക്കുക. കോൺസിക്യൂട്ടീവ് ഡേയ്സിൽ 5-6 ദിവസങ്ങളിലേക്ക് ഈ ഒരേ ടെമ്പറേച്ചർ ഇങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഉഷ്ണതരംഗം എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഒറ്റ കാര്യം നിങ്ങൾ ആലോചിക്കുക, ഒരു ആവറേജ് ടെമ്പറേച്ചർ, ഒരു ഏരിയയുടെ ആവറേജ് ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അത് 5 ഡിഗ്രി സെൽഷ്യസ് ഉയർന്നു ഒരു 42 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഒരു 5 ദിവസത്തേക്ക് അങ്ങ് നിൽക്കുകയാണെങ്കിൽ അവിടെ ഉഷ്ണതരംഗമായി എന്ന് നമുക്ക് പറയാം. 5 ഡിഗ്രി ഓർ 6 ഡിഗ്രി സെൽഷ്യസ് നോർമൽ ടെമ്പറേച്ചറിൽ നിന്നും ഉയരണം. അത് ഒരു ദിവസത്തേക്കല്ല, 5-6 ദിവസത്തേക്ക് അടുപ്പിച്ച് ആ ടെമ്പറേച്ചർ അങ്ങ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അവിടെ ഉഷ്ണതരംഗം ആയി എന്ന്. അപ്പൊ ഓർക്കുക, if the maximum temperature of the affected region continue to be more than 45 degrees Celsius consecutively for 2 days, it will be declared of heat wave affected area. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ 40 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ ആ 40 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഏകദേശം ഒരു 45 ഡിഗ്രി സെൽഷ്യസിലേക്ക്, അതായത് ഹൈ ചൂടാപ്പം അതങ്ങോട്ട് പോയി എങ്ങനെയെങ്കിലും ഒരു 2 ദിവസത്തേക്ക് ഈ ഒരു 45 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ, ഇപ്പൊ 40 ഉള്ള ആള് ഏരിയ 45 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഒരു 2 ദിവസത്തോളം അങ്ങ് നിൽക്കുകയാണെങ്കിൽ അതും എന്താണ്, അതൊരു ഹീറ്റ് വേവ് അഫക്റ്റഡ് ഏരിയ ആണെന്ന് നമുക്ക് പറയാം. ഹീറ്റ് വേവിന് സാധ്യതയുള്ള ഉഷ്ണതരംഗത്തിന് 5 ദിവസമാണ് ഹീറ്റ് വേവ് ആണെന്ന് നമ്മൾ പറയുന്നത്. 2 ദിവസമെങ്കിലും 45 ഡിഗ്രി സെൽഷ്യസിൽ കോൺസിക്യൂട്ടീവ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഹീറ്റ് വേവ് അഫക്റ്റഡ് ഏരിയ ആണെന്ന് നമുക്ക് കണക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ഇതിന്റെ മറ്റൊരു പേരാണ് സൈലന്റ് ഡിസാസ്റ്റർ. എന്ത് വിളിക്കും? ഹീറ്റ് വേവ് അഥവാ ഉഷ്ണതരംഗത്തിന്റെ മറ്റൊരു പേരാണ് സൈലന്റ് ഡിസാസ്റ്റർ. ഓക്കെ, ഇതെന്താ അങ്ങനെ വിളിക്കാൻ കാരണം? ഇത് പതുക്കെയാണ് വരുന്നത്, പതുക്കെ സംഭവിക്കുന്നു. ബട്ട് സ്റ്റിൽ ഇൻഫ്ലിക്ട്സ് ലാർജ് സ്കെയിൽ കോഷ്വാലിറ്റീസ് ഓൺ ഹ്യൂമൻ ആൻഡ് ആനിമൽസ്. നമ്മൾ പറയില്ലേ 50ഓളം പശുക്കൾ മരിച്ചു, 55ഓളം പശുക്കൾ വീണ് മരിച്ചു എന്ന്. അപ്പൊ ഇത് എന്തുകൊണ്ടാ? ഈ ഒരു സൈലന്റ് ഡിസാസ്റ്റർ കൊണ്ടാണ്. നമ്മൾ കൊട്ടി ഘോഷിച്ചിട്ടൊന്നും അല്ല വരുന്നത്, പതുക്കെ വന്നിട്ട് വൻ നാശം വിതച്ചിട്ടാണ് ഇത് പോകുന്നത്. നമ്മളാണെങ്കിൽ തന്നെ വെള്ളമൊന്നും കുടിച്ചില്ലേ നമ്മൾ കുഴഞ്ഞു വീണൊക്കെ ഇലക്ഷൻ നിന്നപ്പോ എത്ര പേരാ മരിച്ചത്. അപ്പൊ ശരിക്കും ഒരു ഇന്ത്യയിലാണെങ്കിൽ ഇത് ടിപ്പിക്കലി ഒക്കെ നടക്കുന്ന സമയം മാർച്ച് മുതൽ ഒരു ജൂൺ വരെയുള്ള കാലഘട്ടത്തിലാണ്. ചില സമയങ്ങളിലൊക്കെ ഇത് ജൂലൈയിലും ഉണ്ടാവാറുണ്ട്. ഇനി ഇന്ത്യയിൽ ഇത് ഉണ്ടാവുന്നത് ഏത് സമയത്തായിരിക്കും? ഒബ്വിയസ്ലി നമ്മൾ ആൻസർ ചെയ്തു, മാർച്ചിനും ജൂണിനും ഇടയ്ക്കാണ്. ഇപ്പൊ ഉണ്ടായിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. റെയർ ആയിട്ട് ജൂലൈ മാസങ്ങളിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. ജൂണിനും ഇടയ്ക്കാണ്, റെയർ ആയിട്ട് ജൂലൈ മാസത്തിലും ഉണ്ടാവാറുണ്ട്. ഇത് ശരിക്കും എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. നമ്മൾ പറഞ്ഞിട്ടില്ലേ, നോർത്ത് ഇന്ത്യയിലും അതുപോലെ ഗംഗ റീജിയന്റെ തൊട്ട് താഴെയായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്, നോർത്തിലാണ് ഇത് കൂടുതൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ സൗത്തിലോട്ട് വന്നതാണ്. ഇപ്പൊ നോർത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ എക്സ്ട്രീം ക്ലൈമറ്റ് ഉള്ള സ്ഥലങ്ങളാണ് അവിടെ എല്ലാം. ചൂടാണെങ്കിൽ ഭയങ്കര ചൂട്, തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പ്. ഇപ്പോഴാണ് ഈ ഒരു വർഷമാണ് സൗത്തിലേക്ക് വന്നത്. ഇനി ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് ഹീറ്റ് വേവ്സിന്റെ? നമുക്കറിയാം എയർ ഹോട്ട് ആണ്, ഡ്രൈ ആയിട്ടിരിക്കുക. ചൂടായിട്ടുള്ള വായു, ഡ്രൈ ആയിട്ടുള്ള വായു ആണ് ആ ഒരു റീജിയൻ മൊത്തം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഹീറ്റ് വേവ് ഉണ്ടാക്കാം. അതുപോലെ അപ്പർ അറ്റ്മോസ്ഫിയർ നോക്കുവാണെങ്കിലും അവിടെ മോയിസ്ചറിന്റെ പൊടി പോലും ഇല്ല, ആർദ്രതയുടെ പൊടി പോലും ഇല്ല. അതുപോലെ ആകാശം നോക്കുവാണെങ്കിൽ അവിടെ മേഘങ്ങൾ ഒന്നും കാണില്ല. അതുപോലെ ആന്റി സൈക്ലോണിക് ഫ്ലോ വിത്ത് എ ലാർജ് ആംപ്ലിറ്റ്യൂഡ് ഓവർ ദ റീജിയൻ. എപ്പോഴും ഒരു ആന്റി സൈക്ലോണിക് ഫ്ലോ ഒരു ലാർജ് ആംപ്ലിറ്റ്യൂഡിൽ ആ ഒരു റീജിയനിൽ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫേവറബിൾ കണ്ടീഷൻ ആണ് ഹീറ്റ് വേവിന്. ഓക്കെ, ഇനി നോക്കാം ഒറിജിൻ ഓഫ് ഹീറ്റ് വേവ്. എന്തുകൊണ്ടാണ് ഈ ഹീറ്റ് വേവ് ഉണ്ടാവുന്നതെന്ന് നിങ്ങളോട് ചോദിക്കാം. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, എന്തുകൊണ്ടായിരിക്കും? ഈ പ്രഷർ കൂടുന്നത് കൊണ്ടാണ് കേട്ടോ. അതായത് ഉയർന്ന പ്രഷർ ചൂടിനെ ഭൂമിയുടെ പ്രതലത്തോട് ചേർത്ത് നിർത്തും. ഹൈ പ്രഷർ ആവുന്ന സമയത്ത് ആ ഒരു നമ്മുടെ ഭൂമിയുടെ മുകളിൽ ഉണ്ടാവുന്ന ചൂടിനെ നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലോട്ട് ചേർത്ത് നിർത്തുമ്പോഴാണ് ഉഷ്ണതരംഗം, അതായത് ചൂടിന് വെളിയിലോട്ട് പോകാൻ പറ്റില്ല. പ്രഷർ താഴോട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചൂടിന് രക്ഷപ്പെട്ട് മുകളിലോട്ട് പോകാൻ പറ്റാതിരിക്കുക. ഏകദേശം ഒരു 3000-നും 7600 മീറ്ററിനും ഇടയിൽ
ഉയർന്ന മർദ്ദം ഉണ്ടാവുകയും അത് ഒരു പ്രദേശത്ത് മുഴുവൻ കുറെ ദിവസങ്ങളിലേക്ക് ആ ഒരു പ്രഷർ ഇങ്ങനെ നിലനിൽക്കും. അതായത് ഹൈ പ്രഷർ ഒരു റീജിയനിൽ ഇങ്ങനെ നിലനിൽക്കും, കുറെ ദിവസത്തേക്ക് നിലനിൽക്കുകയും അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും വായുവിന് ഈ ചൂടിന് പുറത്തോട്ട് പോകാൻ പറ്റാതെ വരിക. ഓക്കെ, അപ്പം ഭൂമധ്യരേഖാ ഭാഗങ്ങളില് അടുത്ത ഭാഗങ്ങളില് അന്തരീക്ഷത്തിന്റെ മധ്യവാളികളില് ഉന്നത മർദ്ദം ഉണ്ടാവുന്നു. കാലത്ത് കാലാവസ്ഥാ വ്യതിയാനം പതുക്കെയൊക്കെ നടക്കത്തുള്ളൂ. അതിനാൽ തന്നെ മർദ്ദമേഖല പതുക്കെ മാറുകയുള്ളൂ. വായു ഉന്നത മർദ്ദ മേഖലയ്ക്ക് താഴെ പ്രതലത്തിലേക്ക് അടിഞ്ഞ് ഒരു മൂടി പോലെ ആവും. ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ച് വെച്ചേക്കാം, പ്രഷർ കൂടുന്നത് കൊണ്ടാണ്. അതായത് വായുവിന്റെ പ്രഷർ ഭൂമിയിൽ വളരെയധികം കൂടുന്നു. ഒരു പ്രദേശം എടുത്താൽ അവിടുത്തെ വായുവിന്റെ പ്രഷർ വളരെയധികം കൂടിയിട്ട് ഹൈ പ്രഷർ നിൽക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ അകപ്പെട്ട ടെമ്പറേച്ചറിന് പുറത്തോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരും. ഭൂമിയിലോട്ട് അങ്ങ് അടുപ്പിക്കുകയും പ്രഷർ എല്ലാം കൂടെ വന്നിട്ട് ഭൂമിയിലോട്ട് അടുക്കുകയും വായു പ്രവാഹം ഇല്ലാതാവുകയും ചെയ്യുന്നു. അപ്പൊ ചൂട് ഇവിടെ അങ്ങ് കുടുക്കിലാവും. അതുകൊണ്ട് തന്നെ നമുക്ക് മേഘങ്ങൾ വരത്തില്ല, മഴയുടെ സാധ്യത ഇല്ലാതാവുന്നു. അങ്ങനെ ഈ ചൂട് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് ഈ ഉഷ്ണതരംഗത്തിന്റെ പ്രധാനപ്പെട്ട ആ ഒരു റീസൺ എന്ന് പറയുന്നത്. അപ്പൊ ഹീറ്റ് വേവ്സ് ആർ ഫോംഡ് ഫോർ one of the two reasons, because warmer air is flowing it from elsewhere or because something is producing it locally. അതുപോലെ air is warmed locally when the air is warmed by higher land surface temperature or because of the air sinking down from the above is compressed along the way producing hot air near the surface. ഈ രണ്ട് പോയിന്റ്സ് കൂടെ ഓർത്ത് വെച്ചേക്കാം. ദെൻ ഞാൻ ഇവിടെ താഴോട്ട് എടുത്തിട്ടിരിക്കുന്ന ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. ഇവിടെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. എത്ര ടെമ്പറേച്ചറിന് മുകളിലോട്ട് പോയാലാണ് നമ്മള് ഇതൊരു ഹീറ്റ് വേവ് ആണെന്ന് പറയുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇനി ഓർത്തു വെച്ചേക്കാം, എപ്പോഴൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഈ ഒരു ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നത്? പ്ലെയിൻസില്, സമതലങ്ങളില് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോയാൽ മാത്രമേ ഉഷ്ണതരംഗമായിട്ട് കണക്കാക്കത്തുള്ളൂ. ഹില്ലി ഏരിയ ആവുമ്പോൾ 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പോയാൽ മാത്രമേ ഉഷ്ണതരംഗം. അതുമ്പോ ഹില്ലി ഏരിയ, പർവ്വത പ്രദേശങ്ങളിൽ 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോകണം. പ്ലെയിൻസില് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പോകുമ്പോഴാണ് അവിടെ ഉഷ്ണതരംഗമായിട്ട് പറയുന്നത്. അതുപോലെ ഒരു കാര്യം കൂടി ഉണ്ട്, കോസ്റ്റൽ റീജിയൻ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. കടൽ തീരങ്ങളില്ലേ, അവിടെ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. ഇതിന് മുകളിലോട്ട് പോയ ഉഷ്ണതരംഗമായിട്ട് പ്രഖ്യാപിക്കും. ഒരു പ്രദേശത്തെ സാധാരണ ചൂട് 4 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് ഗ്രേഡ് വരെ കൂടിയാൽ ഉഷ്ണതരംഗവും 6 ഡിഗ്രി സെൽഷ്യസ് ഗ്രേഡിലോ അതിലധികമോ കൂടിയാൽ തീവ്ര ഉഷ്ണതരംഗമായിട്ട് മാറും. അപ്പൊ ഒരു പർട്ടിക്കുലർ പ്രദേശത്തെ ചൂട് നോർമലി 37 ആയിരുന്നു, അവിടുന്ന് 4 ഡിഗ്രിയോ 5 ഡിഗ്രിയോ ആയിട്ട് മാറിയാൽ അത് ഉഷ്ണതരംഗമാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയും വേണം. അതുപോലെ തന്നെ 6ന് മുകളിൽ പോയാൽ അത് തീവ്ര ഉഷ്ണതരംഗമായിട്ട് മാറും. സാധാരണ ഉയർന്ന ചൂടിനെ കണക്കാക്കാതെ ശരിയായ ഉയർന്ന ചൂട് 45 ഡിഗ്രിയോ അതിൽ കൂടുതലോ ആവുകയാണെങ്കിൽ ഉഷ്ണതരംഗം പ്രഖ്യാപിക്കണം. ഇനി നിങ്ങളോട് ഇതിന്റെ ഒരു ഡയറക്റ്റ് റീസൺ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമുക്കറിയാം ഈ ഒരു കാലാവസ്ഥയില് വെസ്റ്റേൺ സൈക്ലോണിക് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. മെഡിറ്ററേനിയൻ കടലിൽ നിന്നും മഴ കൊണ്ടുവരുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതിന്റെ കുറവുകളുമുണ്ട്. അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം ഹീറ്റ് വരാൻ കാരണം ലാക്ക് ഓഫ് ട്രോപ്പിക്കൽ സ്റ്റോം ആണെന്നൂടെ നോട്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിട്ട് എന്താണ് ഉഷ്ണതരംഗം, എങ്ങനെയാണ് ഉഷ്ണതരംഗം ഉണ്ടാവുന്നത്, ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം എങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്, 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പ്ലെയിൻസില്, 37 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കോസ്റ്റൽ ഏരിയാസില്, 30 ഡിഗ്രി സെൽഷ്യസിന് മുതൽ ഹില്ലി ഏരിയാസില്, അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കണം. അതുപോലെ തന്നെ ഓർത്ത് വെച്ചേക്കാം, എത്ര ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എത്ര ദിവസം നിന്നാലാണ് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നത്. 6 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോവുകയാണെങ്കിൽ അതിതീവ്രമാണ് എന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് സൈലന്റ് ഡിസാസ്റ്റർ ഓർത്ത് വെച്ചേക്കാം. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനെ പറ്റിയിട്ട് കുറച്ച് വർഷമാണ്. WMO എന്ന് പറയുന്നത് 1950 എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത്. എന്നാണ്? 1950. ഇതെന്ന് പറയുന്നത് ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ഒറിജിനേറ്റഡ് ഫ്രം ദി ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ. ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്ത ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് 1950 ഫോം ചെയ്ത വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ. ഈ ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ഹാഡ് ഇറ്റ്സ് റൂട്ട് ഇൻ ദ വിയന്ന ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ കോൺഗ്രസ്. 1873 ഉണ്ടായിരുന്ന വിയന്നയിലെ ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ കോൺഗ്രസിൽ നിന്നാണ് ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ വന്നത്. അതിന്റെ ഒരു പാർട്ടാണ് WMO എന്ന് പറയുന്നത്. അപ്പൊ WMO വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ എന്ന 1950. അതുപോലെ തന്നെ ഓർത്ത് വെച്ചേക്കാം, ഇറ്റ് ബിക്കം എ സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് UN in 1951. 1951 തന്നെ UN ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആയിട്ട് ഇത് മാറുകയും ചെയ്തു. യുണൈറ്റഡ് നേഷൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ഈസ് ദ പേരന്റ് ഓർഗനൈസേഷൻ ഓഫ് UN's WMO. ഈ ഒരു പേരന്റ് ഓർഗനൈസേഷൻ യുണൈറ്റഡ് നേഷന്റെ WMOയുടെ പേരന്റ്, അതായത് ഇവർക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന ആരായിരുന്നു?
എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ആയിരുന്നു. അതുപോലെ WMO അതിന്റെ 70ാമത്തെ ആനിവേഴ്സറി ആഘോഷിച്ച വർഷം 2020 ഇന്ത്യ ഇതിന്റെ മെമ്പർ ആയത് ആ ഫോം ചെയ്ത വർഷം തന്നെയാണ്, 1950 തന്നെയാണ്. ഇത്രയും പോയിന്റ്സ് ഒന്ന് നോക്കി വെച്ചേക്കാം. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ഹീറ്റ് വേവ്? പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇപ്രാവശ്യം ഹീറ്റ് വേവ് അടിച്ചത് എവിടേക്കാ? പാലക്കാട്, തൃശ്ശൂര്, കൊല്ലം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് വേവ് ആ ഒരു ഉഷ്ണതരംഗം വീശിയത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു, പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മാക്സിമം നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.